Dear students, ഇപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്ന എൻ്റെ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. കുട്ടികൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് വാട്ട് അബൌട്ട് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്ലാനിങ് ആൻഡ് വാട്ട് അബൌട്ട് ദ സ്ട്രാറ്റജീസ് ഓഫ് പ്ലാനിങ്. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം തന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്ലാനിങ്, എന്താണ് പ്ലാനിങ് എന്ന് പറയാം. സോ ഫസ്റ്റ് the question is that what about the strategy and objectives of planning. അപ്പോൾ സ്ട്രാറ്റജിയും അതുപോലെ ഒബ്ജക്റ്റീവ്സാണ് നമ്മൾ പറയുന്നത്. ഇത് പറയുന്നതിന് മുൻപ് ആദ്യം തന്നെ നമുക്ക് നോക്കണം എന്താണ് പ്ലാനിങ് എന്നുള്ളത്. വാട്ട് ഈസ് മെൻ ബൈ പ്ലാനിങ്? പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ കാര്യങ്ങളും നമ്മൾ ആസൂത്രണം ചെയ്യുക, എന്താണ് ചെയ്യേണ്ടത്, വരും കാലങ്ങളിലെ നമ്മുടെ വിഭവങ്ങളെ എങ്ങനെ ഉപയോഗിക്കണം, അതായത് റിസോഴ്സ് അലോക്കേഷൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം how to utilize the resources in a maximum possible manner. റിസോഴ്സ് അലോക്കേഷൻ ഇഫക്റ്റീവായ രീതിയിൽ നടക്കുക. ഇപ്പോൾ റിസോഴ്സ് അലോക്കേഷൻ ഒരു പ്രൈവറ്റ് എൻ്റർപ്രൈസ് ഇക്കോണമി ആണെങ്കിൽ, ഒരു ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ആണെങ്കിൽ, ദ റിസോഴ്സസ് ആർ അലോക്കേറ്റഡ് അക്കോർഡിംഗ് ടു ദ മാർക്കറ്റ് മെക്കാനിസം. അല്ലേ? അവിടെ നമുക്ക് സംശയമില്ല. കാരണം ദ റിസോഴ്സസ് ആർ അലോക്കേറ്റഡ് അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് മാർക്കറ്റ് മെക്കാനിസം. Market mechanism that is equal to the forces of demand and supply. അപ്പം എത്രമാത്രം ഡിമാൻഡ് വരുന്നു ആ ഡിമാൻഡിനനുസരിച്ച് സപ്ലൈ ചെയ്യുക. ഇതാണ് ഒരു പ്രൈവറ്റ് എൻ്റർപ്രൈസ് ഇക്കോണമി അല്ലെങ്കിൽ ഒരു ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യാൻ. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഒരു സോഷ്യലിസ്റ്റ് ഇക്കോണമി ഇറ്റ് ഈസ് വെരി ഡിഫറെൻറ്റ്. ഇൻ ദ കേസ് ഓഫ് ഒരു സോഷ്യലിസ്റ്റ് ഇക്കോണമിയിൽ ദ റിസോഴ്സസ് ആർ അലോക്കേറ്റഡ്. ഹൗ ടു അലോക്കേറ്റ് ദ റിസോഴ്സസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇക്കണോമിക് പ്ലാനിങ് or planning. In a socialist economy, the planning decisions, that is, planning is the main important instrument to determine the maximum or utilization of resource allocation. Upon in a socialist economy, resource allocation according to the planning determination or based on planning. അപ്പം ഒരു സോഷ്യലിസ്റ്റ് ഇക്കോണമിയിൽ തീരുമാനിക്കുന്നത് പ്ലാനിങ്ങിനെ ബേസ് ചെയ്തിട്ടും ഒരു ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യുന്നതും മാർക്കറ്റ് മെക്കാനിസം. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് അബൌട്ട് ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്ട്രാറ്റജി ഓഫ് ഇന്ത്യൻ പ്ലാനിങ്. സോ in order to explain the strategy and objectives, first we can identify what is meant by planning here. Planning is a process of thinking about the activities required to achieve a desired goal. Planning is a process of thinking about the activities required to achieve desired goal. ഡിസൈഡ് ഗോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഗോൾ മീൻസ് ലക്ഷ്യങ്ങൾ. അതായത് നമുക്ക് കുറേ ആഗ്രഹങ്ങൾ. ഡിസൈഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ടുള്ള കുറേ ലക്ഷ്യങ്ങൾ എൻ്റെ മുന്നിലുണ്ട്. ഈ ലക്ഷ്യങ്ങളെ എങ്ങനെയാണ് ഞാൻ കൈവരിക്കാനായിട്ട് എന്ത് രീതിയിൽ അത് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുകയാണ്. ഈ റിസോഴ്സസ്, അതായത് എൻ്റെ കയ്യിലുള്ള വിഭവങ്ങളെ വെച്ചുകൊണ്ട് എൻ്റെ ലക്ഷ്യങ്ങളെ കൈവരിക്കാൻ എങ്ങനെയാണെന്ന് ഞാൻ ചിന്തിക്കുക. That is, we have so many resources, but these resources are how to allocate to get maximum satisfaction to the society. അതായത് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇത് എവിടെ നടക്കുന്നത്? ഒരു സോഷ്യലിസ്റ്റ് ഇക്കോണമിയിലെ തീരുമാനം എടുക്കാനായിട്ട് ഗവൺമെൻറ് യൂസ് ചെയ്യുന്നത് പ്ലാനിങ്ങിനനുസരിച്ചാണ്. പ്ലാനിങ് വെച്ചുകൊണ്ടാണ് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് തിങ്കിങ് അബൌട്ട് ദ ആക്ടിവിറ്റി റിക്വയർഡ് ടു അച്ചീവ് ഡിസൈർഡ് ഗോൾ. അതായത് ലക്ഷ്യങ്ങളെ കൈവരിക്കാനായിട്ട് നമ്മുടെ കയ്യിലെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ ഉണ്ടാകാം. ഈ ലക്ഷ്യങ്ങളെ കൈവരിക്കാനായിട്ട് ഏതൊക്കെ രീതിയിലാണ് ഞാൻ ഇവയെ, അതായത് എൻ്റെ ലക്ഷ്യങ്ങളെ കൈവരിക്കാനായിട്ട് ഏതൊക്കെ പ്രവർത്തനങ്ങളിലോട്ടാണ് ഞാൻ വിഭവങ്ങളെ സമാഹരിക്കേണ്ടത്, ഏതിലോട്ടാണ് ഡൈവേർട്ട് ചെയ്യേണ്ടത്, എവിടോട്ടാണ് കൊടുക്കുന്നത് എന്ന് തീരുമാനിക്കുക. അതാണ് തിങ്കിങ് അബൌട്ട്. ടു തിങ്ക് ഹൗ ദ റിസോഴ്സസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ്, each and every activity. To think here, to think, that is to think about the activities, that is which activity is the prime or important.
to think first, which is the first important activity. Then you can allocate, that you have the resources, these resources are allocated to achieve desired goal. നിങ്ങൾ ചിന്തിക്കുകയാണ്, ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലെ ലക്ഷ്യങ്ങളെ കൈവരിക്കാനായിട്ട് എൻ്റെ വിഭവങ്ങളെ കൊണ്ട് എനിക്ക് സാധിക്കണം. അത്തരത്തിലുള്ള ചിന്താഗതി ഉണ്ടാക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത് തിങ്കിങ് അബൌട്ട് ദ ആക്ടിവിറ്റീസ്, തിങ്കിങ് അബൌട്ട് ദ ആക്ടിവിറ്റീസ് റിക്വയേർഡ്. കണ്ടോ, ഞാൻ കണ്ടിട്ടുള്ള തീരുമാനങ്ങൾ അനുസരിച്ച്, ലക്ഷ്യങ്ങൾ അനുസരിച്ച് എനിക്ക് ഇവ കൈവരിക്കാനായിട്ട് സാധിക്കണം. അതിനുവേണ്ടി ഈ പ്രവർത്തനങ്ങളെപ്പറ്റി എങ്ങനെ ഞാൻ ചെയ്യണമെന്ന് പ്രവർത്തനങ്ങളെപ്പറ്റി ചിന്തിക്കുന്ന അവസ്ഥയ്ക്കാണ് എന്ത് പറയുക, പ്ലാനിങ് എന്ന് പറയാം. ഇതാണ് നമ്മുടെ പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്ലാനിങ് ഈസ് എ പ്രോസസ് ഓഫ്, ഇത്തരത്തിലുള്ള സംവിധാനമാണ്. ഏത് സംവിധാനമാണ്? തിങ്കിങ് അബൌട്ട് ദ ആക്ടിവിറ്റീസ് റിക്വയർഡ് ടു അച്ചീവ് ഡിസയേർഡ് ഗോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, അതായത് റിസൾട്ട്. ദാറ്റ്സ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഓഫ് ദ ഡിസയേർഡ് റിസൾട്ടാണ് പ്ലാനിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്ലാനിങ് എന്താണെന്ന് മനസ്സിലായി. ഒരു റിസോഴ്സ് അലോക്കേഷൻ, that is to achieve maximum benefit to the society. ഇതാണ് പ്ലാനിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? ദാറ്റ് ഇസ് മാക്സിമം ബെനിഫിറ്റ് ടു ദ സൊസൈറ്റി. അപ്പോൾ നിങ്ങൾ റോബിൻസന്റെ തിയറിയൊക്കെ പഠിച്ചു, അതായത് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ അല്ലേ. എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? സ്കേഴ്സിറ്റി ഡെഫിനിഷനിലെ റിസോഴ്സസ് ആർ സ്കേഴ്സ് ബട്ട് ദ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. അൺലിമിറ്റഡ് വാണ്ട്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ലിമിറ്റഡ് റിസോഴ്സ് എങ്ങനെയാണ് നിങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടത്? അപ്പോൾ നിങ്ങൾ എങ്ങനെ അറേഞ്ച് ചെയ്യുക? വിച്ച് ഈസ് ദ ബെസ്റ്റ്? കേട്ടോ, ഏറ്റവും ഫസ്റ്റ് ഞാൻ കൊടുക്കേണ്ടത്, അതിനാണ് ഞാൻ എന്ത് കൊടുക്കേണ്ടത്? ബെസ്റ്റ് പ്രിഫറൻസ്, അല്ലെങ്കിൽ ദാറ്റ് ഇസ് എ ഫസ്റ്റ് പ്രിഫറൻസ്. ഏറ്റവും, അതായത് അത്ര അത്യാവശ്യമില്ലാത്ത ആവശ്യങ്ങൾ ഞാൻ എന്ത് ചെയ്യുന്നു? താഴത്തെ റാങ്ക് ചെയ്യണം. ഇങ്ങനെയാണ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ നമ്മൾ കണ്ടത്. ഇവിടെ ഇതുപോലെ തന്നെ ദ റിസോഴ്സ് അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങൾ, സർക്കാരിൻ്റെ കയ്യിലുള്ള വിഭവങ്ങൾ വളരെ കുറവാണ്. അപ്പം ലിമിറ്റഡ് റിസോഴ്സസ് കൊണ്ട് മാക്സിമം ബെനിഫിറ്റ് ടു ദ സൊസൈറ്റി, ദാറ്റ് ഇസ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് purpose of planning. This is the importance of planning here. The question is that what about the objectives of economic planning? Economic planning in the objectives endakeyana? That is, there are 7 important objectives of economic planning. The first important objective is that economic growth. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത് എന്താണ്? ഇക്കണോമിക് ഗ്രോത്ത് ആണ് നമ്മൾ പറയുന്നത്. That is, the first objective is that economic growth. What is meant by economic growth? Economic growth represents as, that is, to increase productive capacity of the economy. That is, economic growth represents as to increase productive capacity of the economy. പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഓഫ് ദി ഇക്കോണമി. സമ്പദ് വ്യവസ്ഥയിലെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാം. അപ്പം ഹയർ ദ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി, ദാറ്റ് ഇസ് ദ ബെസ്റ്റ് ഇൻസ്ട്രുമെന്റ് ടു റേസ് ദ ഇക്കണോമിക് ഗ്രോത്ത്. നമ്മൾ എങ്ങനെയാണ് ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഇക്കണോമിക് ഗ്രോത്ത് മെഷർ ചെയ്യുക? ഇക്കണോമിക് ഗ്രോത്ത് മെഷേർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് GDP. വാട്ട് ഇസ് GDP? GDP ഇസ് ദ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് വെച്ചുകൊണ്ടാണ് ഒരു സമ്പദ് വ്യവസ്ഥയുടെ സാമ്പത്തിക വളർച്ച നമ്മൾ അറിയുന്നത്. അപ്പം സാമ്പത്തിക വളർച്ച ഞാൻ എന്താണെന്ന് പറഞ്ഞു. ദാറ്റ് ഇസ് ഇക്കണോമിക് ഗ്രോത്ത് റെപ്രസെന്റ് ആസ് ടു ഇൻക്രീസ് ദ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഓഫ് ദ ഇക്കോണമി. സമ്പദ് വ്യവസ്ഥയുടെ ഉൽപാദിത ശേഷി വർദ്ധിപ്പിക്കുക. ഉൽപാദിത ശേഷി വർദ്ധിപ്പിക്കുമ്പോൾ നമുക്കറിയാം ലേബർ, ടെക്നോളജി, ക്യാപിറ്റല്, ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് കൂട്ടുക? ഒരു സമ്പദ് വ്യവസ്ഥയിലെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി കൂട്ടുക. ലേബർ എന്ന് പറഞ്ഞാൽ എന്താ? മാൻ പവർ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂലധനം. ദെൻ ടെക്നോളജി, സാങ്കേതികത്വം, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് വർദ്ധിപ്പിക്കാം? പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി. സോ ഇൻക്രീസ്, അതായത് ഇക്കണോമിക് ഗ്രോത്ത് മെഷർ ചെയ്യാം. അപ്പം ഇൻക്രീസ് ദ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി, ഓട്ടോമാറ്റിക്കലി ഇറ്റ് റേസ് ദ increase the economic growth. Economic growth measure ചെയ്യുന്നത്, that is the instrument that is known as GDP. GDP is the gross domestic product. So now we completed 12th 5-year plan. അതായത് നമുക്കറിയാം 11ാമത്തെ പഞ്ചവത്സര പദ്ധതി നമ്മൾ കഴിഞ്ഞു.
12ാമത്തേതിൽ എത്തി. ഇപ്പോൾ നമുക്ക് അതായത് 1951 ആനുവൽ ഗ്രോത്ത് റേറ്റ് 3.6%. ദെൻ 11th 5-year പ്ലാനിൽ നമ്മുടെ ഗ്രോത്ത് റേറ്റ് 8%. ദെൻ 12th 5-year പ്ലാൻ ഇത് 8% ആണ്. ഇതാണ് നമ്മുടെ ആനുവൽ ഗ്രോത്ത്. അതായത് 12th 5-year പ്ലാൻ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? നൗ വി കംപ്ലീറ്റഡ് 12th 5-year പ്ലാൻ. ദ പീരീഡ് റേഞ്ച് ഫ്രം 2012 to 2017. കണ്ടോ, ഇപ്പൊ നമ്മൾ 12ാം പഞ്ചവത്സര പദ്ധതി കംപ്ലീറ്റ് ആക്കി. അപ്പോൾ നമ്മുടെ ആനുവൽ ഗ്രോത്ത് റേറ്റ് എത്രയാണ്? 8% ആണ് നമ്മൾ അച്ചീവ് ചെയ്തത്. എന്നാൽ 1951 what is the importance of 1951? That is the period or the year of the introduction of first 5-year plan. ഒന്നാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ കാലഘട്ടമാണ് 1951. ഇത് 1 തുടങ്ങി 11 വർഷത്തെ 5-year, ഇത് 11ാം പഞ്ചവത്സര പദ്ധതി കഴിച്ചപ്പം നമുക്ക് ഏകദേശം 1951 ആനുവൽ ഗ്രോത്ത് റേറ്റ് 3.6% ആയിരുന്നു. 11th 5-year കംപ്ലീറ്റ് ആക്കിയപ്പോൾ നമുക്ക് അത് ഏകദേശം 8 ആക്കി. 12th 5-year പ്ലാനും ഇത് 8% ആയിട്ട് നിൽക്കുന്നു. ഇതാണ് ഇക്കണോമിക് ഗ്രോത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ദ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി. ദിസ് ഇസ് മെഷർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് GDP. ഇൻ ദ ഇയർ 1951 ആനുവൽ ഗ്രോത്ത് റേറ്റ് ആസ് 3.6%. It raised to 8% when we completed the 12th 5-year plan. That's the first important objective of that is economic planning. Now we come to the next point. This is രണ്ടാമത്തെ. Are we clear here? Then we come to the next important objective. Second important objective of that is our economic planning shows that modernization. That is the second important objective of planning is that introduction of modernization. Modernization represents as introduce modern technique in the process of economic growth. Introduction of that is the process that is modern technique or technology. Introduce modern technology in the process of economic growth. So the main or prime objective is that economic growth. To attain economic growth, now we introduce modernization. മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആധുനികവൽക്കരണം. അതുകൊണ്ടാണ് ദാറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മോഡേൺ ടെക്നോളജി. ആധുനിക രീതിയിലുള്ള സാങ്കേതികത്വം നമ്മൾ കൊണ്ടുവരിക എവിടെ? ഇൻ ദ പ്രോസസ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്. ഇക്കണോമിക് ഗ്രോത്ത് കൈവരിക്കാനായിട്ട് ആധുനികത നമ്മൾ കൈവരിക്കുക. വാട്ട് അബൌട്ട് മോഡേൺ ടെക്നോളജി ഇൻ ദ കേസ് ഓഫ് അഗ്രികൾച്ചർ ടെക്നിക് അതിൽ അഗ്രികൾച്ചർ സെക്ടറിലെ മോഡേൺ ടെക്നോളജിയുടെ ക്രിയേഷനാണ് HYVP. അതായത് ഗ്രീൻ റവല്യൂഷനിൽ കൊണ്ട് നമുക്കറിയാം. വാട്ട് അബൌട്ട് ഗ്രീൻ റവല്യൂഷൻ? ഹരിത വിപ്ലവം. ഈ ഹരിത വിപ്ലവം സ്ട്രെങ്തൻ ആയത് ഇങ്ങനെയാണ്. ഹൈൽഡിംഗ് വെറൈറ്റി പ്രോഗ്രാം. ദിസ് ഇസ് എ ഇൻട്രൊഡക്ഷൻ ഓഫ് മോഡേൺ ടെക്നോളജി. സോ ഇൻ ദ കേസ് ഓഫ് അഗ്രികൾച്ചർ സെക്ടർ, that is the introduction of modern technology in the form of green revolution with the help of high yielding variety program, mainly high yielding variety seeds and fertilizers. ആധുനിക രീതിയിലുള്ള വിത്തുകളും വളങ്ങളും ഉപയോഗിച്ചുകൊണ്ട് കാർഷിക നില മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഹരിത വിപ്ലവം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. സോ that is known as modern technology. In the same way, banking sector, there are so many reforms are introduced by the government to improve our banking sector. In the form of irrigation, then infrastructure, there are so many modern technology introduced by the government. So in the same way, in the industrial sector also, government implemented so many techniques here. In short, that is known as modernization. Modernization is that the process of introducing modern technology in economic growth. This may automatically lead to the economic development of the economy. That is the second important objective of
economic planning. And third is that, now we completed 2 points here, and third is that self-reliance. Self-reliance. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു പ്രത്യേക self-reliance, സ്വാശ്രയത്വം. That is, what about the meaning of self-reliance? That is, reduce the dependence as far as possible. Thus, to promote domestic goods and industry. That's domestic goods and services. To reduce dependence as far as possible, to promote our domestic goods and services. Promotion of goods and services. Promotion of goods and services. Self goods here, domestic goods and services. And reduce import. ഇറക്കുമതി കുറയ്ക്കുക. അതിനു പകരം the promotion of domestic goods and services. ഇവിടെയുള്ള സാധനങ്ങൾക്കും സേവനങ്ങളും കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുക. If you promote domestic goods and services, this may reduce the need of foreign import here. So there is no, that is, payment for goods which are imported from other country. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? ടു പ്രൊമോട്ട് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഓഫ് domestic goods and services. ഇവിടെയുള്ള വസ്തുക്കളെ നമുക്കറിയാം, in India we have abundant natural resources, but if the resources are utilized in a fullest manner, we have no problem of unemployment, poverty, etc. Why we have poverty and unemployment? Because if the resources are not utilized in a fullest manner, that is known as partial utilization. അല്ലേ? നമ്മൾ എന്താ വിളിക്കുന്നതിന്? പാർഷ്യൽ യൂട്ടിലൈസേഷൻ. ഇഷ്ടം പോലെ വിഭവം, ഇപ്പൊ നമ്മൾ പറയും പട്ടിക്ക് മുഴുതേങ്ങ കിട്ടിയ പോലെയാണെന്ന്. കാരണം ഇഷ്ടം പോലെ വിഭവങ്ങളുണ്ട്. ഈ വിഭവങ്ങളെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്കറിയില്ല. അതറിയണമെങ്കിൽ എന്ത് വേണം? ബിക്കോസ് ഓഫ് ദ importance of capital and technology. That is, if we have, that is, the resources are utilized in the best manner or fullest manner with the help of capital and technology. ഇത് രണ്ടും നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇവയെ നമുക്ക് ശരിയായ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കാത്തത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രൊമോട്ട് ഡൊമസ്റ്റിക് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് reduce our import. ഇറക്കുമതി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പണം കൂടുതലായിട്ട് നമുക്ക് സേവ് ചെയ്യാം. കാരണം ഇറക്കുമതി കൊണ്ടാണ് ഇമ്പോർട്ട് ഈസ് ഗ്രേറ്റർ ദാൻ എക്സ്പോർട്ട്. പലപ്പോഴും കയറ്റുമതി, നമുക്കറിയാം എന്താണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ, കയറ്റുമതിയിൽ കൂടെ കിട്ടിയ വരുമാനം കൊണ്ട് വേണം എന്ത് നടത്താനായിട്ട്? ഇമ്പോർട്ട് നടത്താനായിട്ട്. അതാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിച്ചത്? ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇറക്കുമതി പരമാവധി കുറയ്ക്കാനായിട്ട് നോക്കുക. Reduce import as far as possible if it is very essential. That is, use foreign exchange earnings to pay for import. ഇറക്കുമതി പരമാവധി കുറയ്ക്കുക. എന്നിട്ട് അത് തീരെ നിർവാഹമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കയറ്റുമതിയിൽ കൂടെ നേടിയ വരുമാനം മാത്രം ഇതിനു വേണ്ടി ഉപയോഗിക്കുക. അപ്പൊ എന്താ ഉണ്ടാകുക? കയറ്റുമതി ഇല്ലെങ്കിൽ എന്ത് നടത്താൻ പറ്റില്ല? ഇറക്കുമതി നടത്താൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സാധനങ്ങൾ തന്നെ പരമാവധി ഉപയോഗിക്കാനായിട്ട് നോക്കും. അപ്പൊ എങ്ങനെ ഉപയോഗിക്കണം? അതിനുവേണ്ട സാങ്കേതികത്വം നമ്മൾ സെർച്ച് ചെയ്യാൻ തുടങ്ങും. എങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ തുടങ്ങും. ഇതിനെയാണ് എന്ത് വിളിക്കുക? സെൽഫ് റിലയൻസ്. ദാറ്റ്സ് റെഡ്യൂസ് ഇമ്പോർട്ട് ആസ് ഫാർ ആസ് പോസിബിൾ, അറ്റ് ദ സെയിം ടൈം പ്രൊമോട്ട് ഡൊമസ്റ്റിക് ഗുഡ്സ് ആൻഡ് സർവീസസ്. ദാറ്റ് ഈസ് നോൺ ആസ് സെൽഫ് റിലയൻസ്. അപ്പം നമ്മൾ എങ്ങനെയെങ്കിലും ചകഞ്ഞ് നമ്മുടെ വസ്തുക്കളെ പരമാവധി ഉപയോഗപ്പെടുത്താനായിട്ട് നോക്കും. ദാറ്റ് ഇസ് ദ തേർഡ് ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ഇക്കണോമിക് പ്ലാനിങ്. ആൻഡ് ഫോർത്ത് ഈസ് ദാറ്റ്, നാലാമത്തെ ആളാണ് ഇക്വിറ്റി. Equity means equality. Equality in the distribution of, that is, income and wealth.
ഇക്വാളിറ്റി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. അതായത് ഇൻ ഇന്ത്യ ദാറ്റ് ഇസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ഇസ് ദാറ്റ് ഇൻഈക്വാളിറ്റി. കണ്ടോ, ഇന്ത്യയിൽ കാണുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഇൻഈക്വാളിറ്റി. വൈ ദർ ഇസ് ഇൻഈക്വാളിറ്റി? There is inequality because of one of the reason is that concentration of economic power, and second is that inflation. Inflation and concentration of economic power in few hands, the creation is that the creation of inequality. ഇന്നീക്വാളിറ്റി ഉണ്ടാകാനുള്ള കാരണം ഒരു വശത്ത് കോൺസെൻട്രേഷൻ ഓഫ് ഇക്കണോമിക് പവർ ഇൻ ഫ്യൂ ഹാൻഡ്സ്, ചിലരുടെ കയ്യിൽ മാത്രം സമ്പത്തും വരുമാനവും കുമിഞ്ഞുകൂടുക. മറുവശത്ത് ഇൻഫ്ലേഷൻ. പിന്നെ എന്താ രണ്ടാമത് കാണുന്നത്? ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് റൈസ് ഇൻ പ്രൈസസ്. വില കൂടി വരുമ്പോൾ ആരുടെ കയ്യിലാണ് കൂടുതലായിട്ട്, അതായത് പണമുള്ളത് അവർക്ക് മാത്രം സാധനങ്ങൾ കിട്ടുന്നു, മറ്റുള്ളവർക്ക് ഇത് ഇല്ലാതാക്കുന്നു. അപ്പം വൺ ഓഫ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ഇക്കണോമിക് പ്ലാനിങ് ഈസ് ദാറ്റ് reduce inequality as far as possible or avoid inequality and attain economic equity. Equity കൊണ്ടുവരിക. Equity means there is no gap between rich and the poor. റിച്ചും പൂവറും തമ്മിലുള്ള ഗ്യാപ്പ് ഇല്ലാതാക്കുക. അതെങ്ങനെ ഇല്ലാതാക്കുക? ദാറ്റ് ഈസ് ഉള്ളവരിൽ നിന്നും ഇല്ലാത്തവർക്ക് കൊടുക്കുക. സർക്കാർ എങ്ങനെയാണ് ചെയ്യുന്നത്? അതായത് റെഡ്യൂസ് ഇൻഈക്വാളിറ്റി. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് income and wealth, it creates inequality. Unequal distribution of income and wealth, it creates inequality. It avoided because of the implementation of government main program is that introduction of taxation. One program is that introduction of taxation, another is that introduction of public expenditure. These are the two important measures taken by the government to avoid inequality and to achieve equity. So first that is in the case of taxation. Taxation എന്ന് പറഞ്ഞാൽ എന്താ? Those who have higher income and wealth they are taxed high, and those who have less income they are taxed very less. In that case, because of the taxation, government tax rich section, thus it reduce the income of rich and providing this taxing amount in the form of public expenditure to the poorer section. ഉള്ളവരിൽ നിന്ന് ടാക്സിലൂടെ വാങ്ങിച്ചിട്ട് ഇല്ലാത്തവർക്ക് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന പ്രോഗ്രാമിൽ കൂടെ. എന്താ പബ്ലിക് എക്സ്പെൻഡിച്ചർ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സർക്കാർ എടുക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, എന്തെങ്കിലും കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ എന്തെങ്കിലും എംപ്ലോയ്മെന്റ് ഓറിയന്റഡ് പ്രോഗ്രാംസ് ഒക്കെ കൊണ്ടുവന്നിട്ട് ജനങ്ങൾക്ക് കൂടുതലായിട്ട് തൊഴിലവസരങ്ങൾ കൊടുക്കുക. അങ്ങനെ എന്തില്ലാതാക്കുക? ഇന്നീക്വാളിറ്റി ഉണ്ടാക്കുക. അപ്പം ഇന്നീക്വാളിറ്റി ഉണ്ടാകാനുള്ള കാരണം നമ്മൾ പറഞ്ഞു, വൺ ഈസ് ദാറ്റ് കോൺസെൻട്രേഷൻ ഓഫ് ഇക്കണോമിക് പവർ ഇൻ ഫ്യൂ ഹാൻഡ്സ്. സമ്പത്തും വരുമാനം ഒരു ഗ്രൂപ്പിൽ തന്നെ കേന്ദ്രീകരിക്കുക. ആ ഗ്രൂപ്പിനെ നമ്മൾ എന്ത് വിളിക്കും? റിച്ചർ സെക്ഷൻ. സമ്പത്തും വരുമാനം ഇല്ലാത്ത ആളെ നമ്മൾ എന്ത് വിളിക്കുന്നു? പുവർ സെക്ഷൻ. ഇതുപോലെ രണ്ടാമത് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഫ്ലോ ഓഫ് മണി അല്ലേ, അതായത് സർക്കുലേഷൻ ഓഫ് മണി, അതായത് പണത്തിന്റെ വിതരണം കൂടുക. ഇത് ആരില്ല കൂടുതലായിട്ട് വരുന്നത്? റിച്ചർ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. പാവപ്പെട്ടവർക്ക് ഇത് കിട്ടാനാണ്. കാരണം ഉള്ളവർക്കേ കൂടുതലായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുള്ളൂ, ഇല്ലാത്തവർക്ക് വാങ്ങിക്കാൻ പറ്റില്ല. കാരണം പണപ്പെരുപ്പത്തിന്റെ സമയത്ത് വസ്തുക്കളുടെ വില കൂടുകയാണ്. വില കൂടുമ്പോൾ ആർക്കാ വാങ്ങിക്കാൻ പറ്റുക? റിച്ചർ സെക്ഷൻ. ഇപ്പൊ ഇവ ഇല്ലാതാക്കാനായിട്ട് സർക്കാർ എന്ത് കൊണ്ടുവരണം? ടാക്സേഷനും പബ്ലിക് എക്സ്പെൻഡിച്ചർ പ്രോഗ്രാമുകൾ കൊണ്ടുവന്നിട്ട് സർക്കാർ ടു ഫിൽ അപ്പ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് ദ പുവർ സെക്ഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റി. ഇതാണ് ഇക്വിറ്റി എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് ഈസ് ദാറ്റ് പോവർട്ടി എലിമിനേഷൻ. Poverty elimination. അപ്പോൾ റിച്ചും പൂവറും തമ്മിലുള്ള ഗ്യാപ്പ് ഇല്ലാതാക്കി. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? പോവർട്ടി എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. പോവർട്ടി എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അബോളിഷ്, റിമൂവ്. ദാരിദ്ര്യം ഇല്ലാതാക്കാനും ഇവിടുന്ന് ഇൻഫ്ലേഷനെ തുടച്ചു മാറ്റുന്നു. പിന്നെ കോൺസെൻട്രേഷൻ ഓഫ് ഇക്കണോമിക് പവർ ഇല്ലാതാക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ റിച്ചും പൂവറും തമ്മിലുള്ള ഗ്യാപ്പ് ഇല്ലാതാക്കാനായിട്ട് നമ്മൾ എന്ത് കൊണ്ടുവന്നു?
ടാക്സേഷനും പബ്ലിക് എക്സ്പെൻഡിച്ചർ പ്രോഗ്രാമും കൊണ്ടുവരുന്നു. ദിസ് ക്യാൻ അവോയ്ഡ് ദ പ്രോബ്ലം ഓഫ് പോവർട്ടി. ദാരിദ്ര്യം ഇല്ലാതാക്കാനായിട്ട്. അപ്പം ബിക്കോസ് ഓഫ് ദ ഇൻട്രഡക്ഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഇക്കണോമിക് പവർ ഇൻ ഫ്യൂ ഹാൻഡ്സ്, അവരെ നമ്മൾ എന്ത് വിളിക്കുന്നു? റിച്ചർ സെക്ഷൻ. ചുരുക്കം ചിലരുടെ കയ്യിൽ സമ്പത്തും വരുമാനം ഉണ്ടാകുന്നു, ഇല്ലാത്തവർക്ക് വരുമാനമില്ലാത്ത ഒരു പാവപ്പെട്ടവർ. അപ്പോൾ ദേ ആർ സഫറിംഗ് ദ പ്രോബ്ലം ഓഫ് പോവർട്ടി. പോവർട്ടി എലിമിനേറ്റ് ചെയ്യുക സർക്കാർ എന്ത് ചെയ്യണം? ദാറ്റ് ഇസ് ദ ഇൻട്രഡക്ഷൻ. നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ കൊണ്ടുവരിക. ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് സോ മെനി പബ്ലിക് എക്സ്പെൻഡിച്ചർ പ്രോഗ്രാം. പബ്ലിക് എക്സ്പെൻഡിച്ചർ പ്രോഗ്രാം നടത്താനായിട്ട് സർക്കാർ പണം കണ്ടെത്തുന്ന എവിടുന്ന? ടാക്സേഷനിലൂടെ. ടാക്സേഷനിലൂടെ വാങ്ങിച്ച പണം എക്സ്പെൻഡിച്ചർ പബ്ലിക് എക്സ്പെൻഡിച്ചർ പ്രോഗ്രാമിൽ കൂടെ കൊടുക്കുന്നു. ദസ് ഇറ്റ് ക്യാൻ അവോയ്ഡ് ഇതാണ് പോവർട്ടി ഇൻ അവർ ഇക്കോണമി. കാരണം ഇല്ലാത്ത ആൾക്കാർ ടാക്സിലൂടെ വാങ്ങിക്കുന്നു, എന്നിട്ട് ഇല്ലാത്തവർക്ക് പണം കൊടുക്കുന്നു. അങ്ങനെ ഒരു പരിധി വരെ ദാരിദ്ര്യം തുടച്ചു മാറ്റാനായിട്ട് സാധിക്കുന്നു. ദാറ്റ് ഇസ് ദ അനദർ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ഇക്കണോമിക് പ്ലാനിങ്. And next is that the next is last 2 points here. One is that full employment. Sixth point ആണ് full employment. And last inclusive growth. These are the another two important objectives of economic planning. That is full employment. Full employment shows that there is people who are ready to work. They are able to work and willing to work at existing market wage rate. Those who are willing to work and they are able to work. What about the difference between ability and willingness? The person who are able to work. Able to work means they are healthily off. That's in the case of healthy side, they are okay, efficient. That is in the case of those who are able to work plus willingness to work. ഒരു വശത്ത് ഞാൻ ആരെന്തായിരിക്കണം? ഹെൽത്തി പേഴ്സൺ ആയിരിക്കും. ദാറ്റ് ഇസ് നോൺ ആസ് ഏബിൾ. ദോസ് ഹു ആർ ഏബിൾ ടു വർക്ക് ആൻഡ് വില്ലിങ്നെസ്. വില്ലിങ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ജോലി ചെയ്യാനായിട്ട് ഒരുക്കമാണ്, അതിനുള്ള ആരോഗ്യം എനിക്കുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം? ദേ ആർ റെഡി ടു വർക്ക് അറ്റ് എക്സിസ്റ്റിംഗ് വേജ് റേറ്റ് ഓർ മാർക്കറ്റ് വേജ് റേറ്റ്. നിലവിലുള്ള വേജിനനുസരിച്ച് ജോലി ചെയ്യാനായിട്ട് കഴിവും ഉണ്ടോ? അതായത് കഴിവെന്ന് പറഞ്ഞാൽ എൻ്റെ സമ്മതവും ആരോഗ്യവുമുള്ള ഒരാളെ നമ്മൾ എന്ത് വിളിക്കും? ഫുൾ എംപ്ലോയ്ഡ്. ഇത് ഫുൾ എംപ്ലോയ്ഡ് പേഴ്സൺ ആണ്. എ പേഴ്സൺ ഹൂ ആർ ഏബിൾ ടു വർക്ക് ആൻഡ് വില്ലിങ്നെസ് ടു വർക്ക് അറ്റ് മാർക്കറ്റ് വേജ് റേറ്റ്. നിലവിലുള്ള വേജിനെ ജോലി ചെയ്യാനായിട്ട് സന്നദ്ധതയും പ്രാപ്തിയുമുള്ള ഒരാൾ എങ്ങനെയുള്ള ആളാണ്? ഫുൾ എംപ്ലോയിഡ് ആണ്. അല്ലാത്ത ഒരാൾ എങ്ങനെയുള്ള ആളല്ല? അൺഎംപ്ലോയിഡ് പേഴ്സൺ ആണ്. ഇങ്ങനെ ഫുൾ എംപ്ലോയ്മെന്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് ഇക്കണോമിക് ഗ്രോത്ത്. ഇക്കണോമിക് ഗ്രോത്ത് ഡിറ്റർമിൻ ചെയ്യുന്നതിനനുസരിച്ചാണ് ഫുൾ എംപ്ലോയ്മെന്റ്. ഫുൾ എംപ്ലോയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്? ഇഷ്ടം പോലെ വരുമാനം നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പോൾ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ഓഫ് പോവർട്ടി എന്ന് പറഞ്ഞാലും ഇൻഈക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. അൺഎംപ്ലോയ്മെന്റ് ഇല്ലേ? അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദേ ആർ റെഡി ടു വർക്ക് ബട്ട് ദേ ഹാവ് നോ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. But if there is a people are ready to work at the same time they are able to work. ജോലി ചെയ്യാനുള്ള ഹെൽത്ത് അവർക്കുണ്ട്. മാത്രമല്ല എക്സിസ്റ്റിംഗ് മാർക്കറ്റ് വേജിനെ അവർ വില്ലിങ് ആണ്. അങ്ങനെയുള്ള തൊഴിലാളികൾ എന്ത് വിളിക്കും? ഫുൾ എംപ്ലോയ്ഡ്. അപ്പോൾ രണ്ടും ഓക്കെ ആണെങ്കിൽ അവരെന്ത് വിളിക്കുന്നു? ഫുൾ എംപ്ലോയ്ഡ്. ഇവ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എന്തുണ്ടാകുന്നത്? സമ്പദ് വ്യവസ്ഥയിലെ ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കാത്തത്. ഇതുകൊണ്ട് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ഇക്കണോമിക് പ്ലാനിങ് ഈസ് ദാറ്റ് full employment, providing better employment opportunities to all. Those who are ready to work, at the same time those who are able to work, they are getting employment opportunities that is equal to full employment. ഇതാണ് ഇക്കണോമിക് പ്ലാനിങ്ങിൻ്റെ മറ്റൊരു ലക്ഷ്യം. അതായത് എല്ലാവർക്കും എന്ത് കൊടുക്കണം? മുഴുവൻ തൊഴിൽ പ്രാപ്തരാക്കുക. അപ്പോൾ തൊഴിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എംപ്ലോയ്മെൻ്റ് ഉണ്ടെങ്കിൽ വരുമാനമുണ്ട്. വരുമാനം ഉണ്ടെങ്കിൽ നമുക്കറിയാം ഇക്കണോമിക്കായി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. സമ്പദ് വ്യവസ്ഥ ഇക്കണോമിക് ഗ്രോത്തിലോട്ട് മൂവ് ചെയ്യും. ഇതും നമ്മുടെ ഇക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ഒരു പ്രധാന ലക്ഷ്യമാണ്, ഫുൾ എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. അതിനുവേണ്ടി സർക്കാർ ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റഡ് സോ മെനി സ്കീംസ് ആൻഡ് പ്രോഗ്രാംസ്. ദസ് ഇറ്റ് generate employment opportunities that is equal to full employment.
a last point is that inclusive growth. Inclusive growth represents as no section of society, there is no section of society left out. They are not left out from the benefit of economic growth. Once more, there is no section of society is left out from the benefits of economic growth. ഇതിന് വളരെ പ്രസക്തമാണ് ഈ ലക്ഷ്യം, അതായത് ഇൻക്ലൂസീവ് ഗ്രോത്ത്. അതായത് 11ാം പഞ്ചവത്സര പദ്ധതിയോടുകൂടിയാണ് ഈ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നുള്ള ആ വാക്ക് ഇവിടെ കൂടുതലായിട്ട് വരാനായിട്ട് തുടങ്ങിയത്. ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നോ സെക്ഷൻ ഓഫ് സൊസൈറ്റി ഈസ് ലെഫ്റ്റ് ഔട്ട് ഫ്രം ദ ബെനിഫിറ്റ്സ് ഓഫ് ഫ്രം ദ ബെനിഫിറ്റ്സ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്. നോ സെക്ഷൻ ഓഫ് സൊസൈറ്റി, അതായത് ബിക്കോസ് ഓഫ് ഡിഫറൻസസ് ഇൻ ദ കാസ്റ്റ്, ക്രീഡ്, കളർ, റിലീജിയൻ, ജാതി, മത, നിറ, അതുപോലെ തന്നെ അതായത് ജാതി മത ഭേദമന്യേ ആരെയും മാറ്റി നിർത്താൻ പാടില്ല. എല്ലാവരും ഇതിനെ, അതായത് സാമ്പത്തിക വളർച്ചയുടെ ബെനിഫിറ്റിന് എല്ലാവരും അർഹരാകുക. നോ സൊസൈറ്റി ഈസ് ലെഫ്റ്റ് ഔട്ട്. ആരെയും ഇത് മാറ്റി നിർത്താൻ പാടില്ല. എവിടെയാണ് മാറ്റി നിർത്തേണ്ടത്? ഫ്രം ദ ബെനിഫിറ്റ്സ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്. സാമ്പത്തിക വളർച്ചയുടെ ബെനിഫിറ്റിന് എല്ലാവരും യോഗ്യരാണ്. അതിനെ കാസ്റ്റ് എന്നോ ജാതി എന്നോ ക്രീഡ്, കളർ, അതുപോലെ തന്നെ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, റിലീജിയസ് ഡിഫറൻസ്, ദിസ് ഇസ് നോട്ട് പോസിബിൾ. ദേ ആർ ഇമ്പോസിബിൾ ഫാക്ടർ. ജാതി മത ഭേദമന്യേ എല്ലാവരെയും സാമ്പത്തിക വളർച്ചയിലെ ഉൾക്കൊള്ളിക്കുക. ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഉൾപ്പെടുത്തുക. വളർച്ചയിൽ എല്ലാവരും ഉൾപ്പെടുത്തുക. ഞാനും നിങ്ങളും അതിന് അർഹരാണ്. എന്നെ ജാതി, ഇത് ക്രിസ്ത്യൻ എന്നോ ഹിന്ദു എന്നോ അല്ല നിറം കറുത്തതാണോ വെളുത്തതെന്നോ മാറ്റി നിർത്താതെ, പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ മാറ്റി നിർത്താതെ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരെയും ഇതിലൂടെ ഉൾക്കൊള്ളിക്കുക. ഇൻക്ലൂസീവ് ഗ്രോത്ത്. അങ്ങനെ വരുമ്പോൾ ഫോർ ദാറ്റ് പർപ്പസ് ഗവൺമെന്റ് ഇംപ്ലിമെന്റഡ് സോ മെനി പ്രോഗ്രാംസ് ടു ഇംപ്രൂവ് ദ ബെനിഫിറ്റ് ഓഫ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി. ഇതിലൂടെ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന പരിപാടിയിൽ കൂടെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പല പ്രോഗ്രാമുകളും സർക്കാർ കൊണ്ടുവരുന്നു. ഇതാണ് നമ്മൾ ഇതിൽ നിന്ന് ഇൻക്ലൂസീവ് ഗ്രോത്ത് ഷോ ദാറ്റ് നോ സെക്ഷൻ ഓഫ് സൊസൈറ്റി ഈസ് ലെഫ്റ്റ് ഔട്ട് ഫ്രം ദ ബെനിഫിറ്റ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്. ഇൻ ഷോർട്ട്, ഓൾ ആർ ഇൻക്ലൂഡഡ്. ചുരുക്കം പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഓൾ ആർ ഇൻക്ലൂഡഡ് ദ ബെനിഫിറ്റ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്. നമ്മളെല്ലാവരും സാമ്പത്തിക വളർച്ചയിലെ ഉൾക്കൊള്ളുന്നു. അതിനാണ് എന്ത് വിളിക്കുക? ഇൻക്ലൂസീവ് ഗ്രോത്ത്. അതിനുവേണ്ടി സർക്കാർ പല പ്രോഗ്രാമുകളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതാണ് ദീസ് ആർ ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇക്കണോമിക് പ്ലാനിങ്. അപ്പോൾ ഇതിലെ ഒരു സെക്ഷൻ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വാട്ട് അബൌട്ട് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്ലാനിങ്? ഇത് പറയാനായിട്ട് ഞാൻ ആദ്യം എന്താണ് പ്ലാനിങ് എന്ന് പറഞ്ഞു നിങ്ങളോട്. പ്ലാനിങ്ങിൻ്റെ ഡെഫിനീഷൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു. എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണെന്ന് കണ്ടു. പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട് വാട്ട് അബൌട്ട് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇക്കണോമിക് പ്ലാനിങ്. അപ്പോൾ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇത് എൻ്റെ റിക്വസ്റ്റഡ് വീഡിയോ ആണ്. കുട്ടികൾ ചോദിച്ചപ്പം ഞാൻ അതുകൊണ്ടാണ് ഇത് എടുക്കാനായിട്ട് തയ്യാറായിട്ടുള്ളത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഏതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന 7 ലക്ഷ്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഇതിൽ ഇക്കണോമിക് ഗ്രോത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, മോഡേണൈസേഷൻ കൊണ്ടുവന്നു, പോവർട്ടി എലിമിനേറ്റ് ചെയ്തു, ഇക്വിറ്റി കൊണ്ടുവന്നു, പിന്നെ ഇൻക്ലൂസീവ് ഗ്രോത്ത് കൊണ്ടുവന്നു, ഫുൾ എംപ്ലോയ്മെൻറ്റ് കൊണ്ടുവന്നു. ദീസ് ആർ ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് objectives of economic planning. Now we stop here. Next we complete the next class. What about the strategy of economic planning? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലൊക്കെ ചോദിക്കാം. ഇനി ഇതുപോലെ തന്നെ ചിലപ്പോൾ ഞാൻ ഈ ക്ലാസ്സുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കാരണം ഇപ്പോൾ 5th സെമ്മിൻ്റെ എക്സാമുകൾ ഏകദേശം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. മാർച്ച് 15 എന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുള്ളത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞാൽ എല്ലാം ഒന്നും എടുക്കില്ല. പക്ഷെ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും അറിയാൻ പാടാത്ത കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലും അറിയണം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. സൗകര്യം ഒക്കുകയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ്, ഏതൊക്കെ ചോദ്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ ഞാൻ ഡിസ്കസ് ചെയ്ത് പറഞ്ഞു തരാം. ഓക്കെ, താങ്ക് യു ഫോർ